മികച്ച തിരക്കഥാകൃത്തിനുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ സമുദ്രകനി തന്റെ ആദ്യ സിനിമയായ നാടോടികളുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനം നടത്തി. അതിൽ അദ്ദേഹം വികാരഭരിതനായി പറഞ്ഞു, ഈ സിനിമയ്ക്ക് നിശ്ചയിച്ച നടി തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും ആശയവിനിമയം ശരിയാകുന്നില്ലെന്നും പറഞ്ഞ് ഒരു വാക്കും പറയാതെ പോയി. അതുകൊണ്ട് സംസാരിക്കാനും കേൾക്കാനും കഴിയാത്ത ഒരാളെ നായികയാക്കുകയാണ്. കലയിൽ ആശയവിനിമയത്തിന് ഭാഷ വേണോ എന്ന് നമുക്ക് കാണാം. നാടോടികൾ വമ്പൻ ഹിറ്റായി. അഭിനയയുടെ അഭിനയം ഏറെ പ്രശംസിക്കപ്പെട്ടു. 2 ഫിലിംഫെയർ അവാർഡുകളും ഹോളിവുഡ് സിനിമയും അഭിനയയെ തേടി വന്നു. ഇപ്പോൾ ജോജു ജോർജ് രചനയും സംവിധാനവും ചെയ്ത പണി എന്ന മൂവിയിലൂടെ മലയാളത്തിലും ശ്രദ്ധിക്കപ്പെട്ടു ഈ ഹൈദരാബാദുകാരി. അഭിനയ എന്ന നടി പ്രേക്ഷകർക്കായി അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. കുട്ടികൾക്ക് അച്ഛനോടൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ സിനിമ പോസ്റ്ററുകൾ കണ്ണെടുക്കാതെ നോക്കുമായിരുന്നു. ഐശ്വര്യ റായിയെ പോസ്റ്ററിൽ കാണുമ്പോൾ അതുപോലെ ആകണം എനിക്കും എന്ന് അച്ഛനോട് പറയുമായിരുന്നു. അഭിനേതാവ് കൂടിയായ അച്ഛനും എന്നെ സിനിമാ നടിയാക്കണമെന്നായിരുന്നു ആഗ്രഹം. അച്ഛന്റെയും അമ്മയുടെയും 3ാമത്തെ കുട്ടിയാണ് ഞാൻ. 2 സഹോദരന്മാരുണ്ട്. അച്ഛൻ MD ഗാനാനന്ദ് എയർഫോഴ്സിൽ ഉദ്യോഗസ്ഥനായിരുന്നു. അമ്മ MG ഹേമലത. മൂത്ത ചേട്ടൻ സായി സുന്ദർ ഹൈദരാബാദിൽ ഡെലോയിറ്റിൽ ജോലി ചെയ്യുന്നു. ഇളയ ചേട്ടൻ ധർമാനന്ദ് ബിസിനസ് ചെയ്യുന്നു. എനിക്ക് കേൾവിശക്തിയില്ല എന്ന് അച്ഛനും അമ്മയും ആദ്യമൊന്നും തിരിച്ചറിഞ്ഞില്ല. വിളിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുന്നില്ല, വലിയ ശബ്ദങ്ങൾ കേട്ടാൽ പോലും ഒരു പ്രതികരണവുമില്ല എന്നെല്ലാം കണ്ടതോടെയാണ് കേൾവിശക്തി പരിശോധിക്കുന്നത്. കേൾവിയില്ല എന്നത് അവർക്കൊരു ഷോക്കായിരുന്നു. എങ്കിലും എന്നെ സിനിമാ നടിയാക്കുക എന്ന മോഹം അച്ഛൻ ഉപേക്ഷിച്ചില്ല. ഞാനും അത് വിടാൻ തയ്യാറായിരുന്നില്ല. കേൾക്കാനും മിണ്ടാനും കഴിയാത്ത മകളെ സിനിമാ നടിയാക്കാൻ മോഹിക്കുന്ന അച്ഛനെ പലരും പരിഹസിക്കുമായിരുന്നു. അച്ഛനും അമ്മയും തമിഴിലും തെലുങ്കിലും സംസാരിക്കുന്നത് കണ്ടാണ് ഞാൻ ആ ഭാഷകൾ ചുണ്ടിൽ വരുത്തുവാൻ പഠിച്ചത്. ഏതു ഭാഷയും പഠിച്ചെടുക്കുവാനും ചുണ്ടനക്കുവാനും എനിക്ക് സാധിക്കും. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്തത് അല്പം വൈകി 12 വയസ്സിലാണ്. ഇംപ്ലാന്റ് ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറില്ല. കാരണം അതിലൂടെ ചില ശബ്ദങ്ങൾ ബഹളമായിട്ടാണ് കേൾക്കുക. അത് സഹിക്കാൻ പ്രയാസമാണ്. സൈൻ ലാംഗ്വേജ് തന്നെയാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. സാധാരണ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലാണ് ഞാനും പഠിച്ചത്. അതിനോടൊപ്പം ആംഗ്യ ഭാഷയും പഠിച്ച് നിരന്തരമായ ശ്രമത്തിലൂടെ ചെറിയ റോളുകൾ നേടിയെടുത്തു. ആദ്യ സിനിമയിൽ ഓഡിഷനിലൂടെയാണ് സെലക്ട് ആയത്. സിനിമകളിൽ കേൾവിശക്തി ഇല്ലാത്തവരും മിണ്ടാത്തവരുമായ വ്യക്തികളെ വളരെ വികലമായും കളിയാക്കിയും മറ്റുമാണ് ചിത്രീകരിക്കുന്നത്. അവർ യഥാർത്ഥ ജീവിതത്തിൽ ഗോഷ്ടി കാണിക്കുന്നവരല്ല. നിങ്ങൾ ഓരോരുത്തരുടെയും പോലെ സുന്ദരമായി പെരുമാറാൻ അവർക്ക് കഴിയും. അത് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ലക്ഷ്യമാണ് സിനിമയിൽ ഇടം നേടിയതിലൂടെ ഞാൻ നേടിയെടുത്തത്. കേൾവിശക്തിയും സംസാരശേഷിയുമുള്ളവർ ചെയ്യുന്ന ഏത് കഥാപാത്രവും ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു. മലയാളിയായ പരസ്യചിത്ര സംവിധായകൻ സ്ലീബ വർഗീസാണ് സമുദ്രകനി സാറിന് എന്റെ ചിത്രം നൽകുന്നതും നാടോടികളിൽ ഞാൻ നായികയാകുന്നതും. അത് മികച്ച വിജയം നേടിയതോടെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷയിൽ നിന്ന് നിറയെ അവസരങ്ങൾ വന്നു. വൺ ഫിംഗർ എന്ന ഹോളിവുഡ് സിനിമയിലും അഭിനയിക്കാൻ കഴിഞ്ഞു. അംഗപരിമിതിയുള്ള 3 കഥാപാത്രങ്ങളിൽ ഒരാളായിരുന്നു. മലയാളത്തിൽ റിപ്പോർട്ടർ എന്ന സിനിമയാണ് ആദ്യമായി ചെയ്തത്. പിന്നീട് ഐസക് ന്യൂട്ടൺ 1/2 എന്ന സിനിമകളും ചെയ്തു. 4ാമത്തെ മലയാളം സിനിമയാണ് പണി. ആദ്യത്തെ സിനിമകളിൽ എക്സ്പ്രഷൻസ് കൂടുതലായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ വളരെ നാച്ചുറലായ മിതമായ അഭിനയ രീതിയായിരുന്നു വേണ്ടത്. അത് വ്യത്യസ്തമായൊരു ലേണിംഗ് പ്രോസസ്സായി. ഇൻസ്റ്റഗ്രാമിൽ ഞാനും അമ്മയും ചേർന്നുള്ള നാടൻ ലുക്കിലുള്ള ഫോട്ടോ കണ്ടിട്ടാണ് സംവിധായകൻ ജോജു സാർ വിളിക്കുന്നത്. മാർക്ക് ആന്റണി എന്ന തമിഴ് മൂവിയും അദ്ദേഹം കണ്ടിട്ടുണ്ടായിരുന്നു. ചെന്നൈയിൽ വന്ന് എന്നെ കാണുകയും സ്ക്രിപ്റ്റ് കേൾപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് പ്രൊജക്ട് വളരെ ഇഷ്ടപ്പെട്ടു. 3 വർഷം മുൻപ് ജോജു സാർ ധനുഷിനൊപ്പം ചെയ്ത ജഗമേ മന്ദിരം എന്ന സിനിമയാണ് ആദ്യമായി കണ്ടത്. അദ്ദേഹത്തിന്റെ നാച്ചുറൽ ആക്ടിംഗ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ജോജു സാർ എനിക്കിപ്പോൾ കുടുംബാംഗത്തെ പോലെയാണ്. പണിയിലെ സംഭാഷണങ്ങൾ നന്നായി പറയാൻ സഹായിച്ച അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിനോടും വളരെയധികം നന്ദിയുണ്ട്. നല്ലൊരു ടീമിനൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം. തമിഴ്, തെലുങ്ക് സ്ക്രിപ്റ്റുകൾ അമ്മയാണ് എനിക്ക് പറഞ്ഞു തരാറുള്ളത്. അറിയാത്ത ഭാഷ ഇംഗ്ലീഷിൽ എഴുതിയ ശേഷമാണ് പഠിക്കുന്നത്. 3 മാസം മുൻപ് അമ്മ എന്നെ വിട്ടുപോയി. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയും സുഹൃത്തും സാധനങ്ങൾ വാങ്ങുന്നതിനായി പുറത്തു പോയ ശേഷം ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് വരികയായിരുന്നു. എത്താതെ ആയപ്പോൾ ഞങ്ങൾ വിളിച്ചെങ്കിലും കിട്ടിയില്ല. സംസാരിച്ചിരിക്കെ തളർച്ചയോടെ ഓട്ടോയിലേക്ക് തലചായ്ച്ചു. ഉടൻ സുഹൃത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. അമ്മ പകർന്നു തന്ന ധൈര്യമാണ് ഈ സാഹചര്യത്തെയും നേരിടാൻ എന്നെ സഹായിക്കുന്നത്. അമ്മയായിരുന്നു എന്റെ ശക്തി. ഇപ്പോഴും അമ്മ തന്നെ.